ഇനി നമ്മൾ നീറ്റ് 2026 3.5 മാസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ പിള്ളേരിൽ നിന്ന് കേൾക്കുന്ന ഒത്തിരി കൺസേൺസ് ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ ഷെഡ്യൂൾ ഇപ്പോൾ കംപ്ലീറ്റ് മീൻസ് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആവാറായി നിൽക്കുന്ന സമയമാണ്. എങ്കിൽ കൂടി കുറച്ച് ഓൺഗോയിങ് ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് തീർക്കണോ, അതോ കുറേ ചാപ്റ്റേഴ്സ് പെൻഡിങ് ആയി പോയതുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യണോ, അതോ മുന്നേ പഠിച്ചു വെച്ച ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യണോ? ഇങ്ങനത്തെ കൺഫ്യൂഷനാണ് മിക്ക കുട്ടികൾക്കുള്ളത്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം? പെൻഡിങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് എങ്ങനെ ഇപ്പോൾ തീർക്കണോ, അതോ ഇപ്പോൾ ഓൺഗോയിങ് ചാപ്റ്റേഴ്സ് നമുക്ക് ഫോക്കസ് ചെയ്യണോ? ഹായ് ഹലോ, ഐ എം നൂറ. ഞാൻ ഇവിടെ ഡോപ്പയിലെ മെൻറ്ററാണ്, 3rd ഇയർ MBBS സ്റ്റുഡൻറ്റ് ഫ്രം കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. ഓക്കെ, ഒട്ടുമിക്ക പേരുടെയും പേടി എന്ന് പറയുന്നത് പഠിച്ചു തീർന്നത് മറന്നു പോവോ, ഇനി പഠിക്കാനുള്ളത് എങ്ങനെ തീർക്കാൻ പറ്റുന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരിക്കും നിങ്ങൾ ഒട്ടുമിക്ക പേരും. അപ്പോൾ ഈ 3.5 മാസത്തിൽ ഇനി നിങ്ങൾക്ക് കുറേ റിവിഷൻ എക്സാം ആയിട്ട് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളുടെ മുന്നിൽ വരും. റിവിഷൻ എക്സാമിൽ നിങ്ങൾക്ക് അറിയുന്ന ചാപ്റ്റേഴ്സ് ഉണ്ടാകും, അറിയാത്ത ചാപ്റ്റേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഈ റിവിഷൻ എക്സാമിനെ എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. സോ അറിയാത്ത ചാപ്റ്റേഴ്സിനെ ആദ്യം തന്നെ പഠിച്ചെടുക്കാൻ നോക്കുന്നതാണ് ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് നീറ്റിൽ ഒത്തിരി വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. എങ്കിൽ കൂടി ഒരു ചാപ്റ്റേഴ്സ് പോലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. എല്ലാ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ചാപ്റ്ററിലും നമ്മൾ പ്രോ ആയി മാറണമെന്നൊന്നുമില്ല. പക്ഷേ എങ്കിൽ കൂടി എല്ലാ ചാപ്റ്ററിലും ബേസിക് നോളജ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു കോൺസെപ്റ്റ് ലെവലിൽ തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റും. അല്ല നിങ്ങളൊരു ചാപ്റ്റർ പക്ക സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബേസിക് ലെവലിൽ ചോദിച്ച ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ശരിയാക്കുന്ന ചോദ്യം നമ്മളും ശരിയാക്കണം. എല്ലാവരും ശരിയാക്കാത്ത കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യനും നമ്മൾ റിപ്പീറ്റർ ലെവലിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സോ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു പോർഷൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഒട്ടും നോക്കാത്ത ചാപ്റ്റേഴ്സ് ആദ്യം പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ പേടിച്ചിട്ടും അല്ലെങ്കിൽ ഒരു ഇൻഹിബിഷനുമായിട്ട് നിങ്ങൾ മാറ്റി വെച്ച ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യണം, ആദ്യം തന്നെ കവർ ചെയ്ത് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ചാപ്റ്റേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യനും ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അറിയുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ മുന്നേ എപ്പോഴോ പഠിച്ചു വെച്ച്, അതായത് ചാപ്റ്റർ വൈസ് എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്ത സമയത്ത് നിങ്ങൾ പഠിച്ചു വെച്ച പോർഷൻസിനെ എങ്ങനെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം? അതിന് ഏറ്റവും നല്ലത് നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ട് പിന്നെ കോൺസെപ്റ്റിലോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ബയോളജി നിങ്ങൾ കുറേ കാലമായിട്ട് നിങ്ങൾ ചാപ്റ്റേഴ്സ് വായിക്കുന്നുണ്ടാകും അല്ലേ? പക്ഷേ നിങ്ങൾ പല കാര്യങ്ങളും മറന്നു പോകുന്നുണ്ടാകും. പക്ഷേ കോൺസെപ്ച്വലി നിങ്ങൾ തിങ്കിങ് പ്രോസസ്സ് വേണ്ട ടോപ്പിക്സ് നിങ്ങൾക്ക് ഓർത്തിരിക്കുന്നുണ്ടാവും. പക്ഷേ ബൈ ഹാർട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും നിങ്ങൾ മറന്നു പോയിട്ടും ഉണ്ടാകും. അന്നേരം നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാകും, നിങ്ങൾ മറന്നു പോയാൽ നിങ്ങളുടെ വീക്കായിട്ടുള്ള ഭാഗം ഏതാണെന്ന് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് പിന്നെ വന്ന് NCERT വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വായന സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എവിടെ ഫോക്കസ് കൊടുക്കണം, ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അല്ല നിങ്ങൾ ആദ്യം തന്നെ NCERT വായിക്കുന്നു എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക, നിങ്ങൾ ഒരു ചാപ്റ്റർ തീർക്കുക എന്നുള്ള ഒരു എയിം മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളിങ്ങനെ ഒരു ഫ്ലോക്ക് അങ്ങ് വായിച്ചു പോകും. ഒരിക്കലും അതിൽ ഫോക്കസ് ചെയ്യേണ്ട ഭാഗം ഏതാണ്, നിങ്ങൾ എന്തൊക്കെ മറന്നുപോയി, നിങ്ങൾ ഏതൊക്കെ നിങ്ങളുടെ വീക്ക് ഏരിയ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആദ്യം എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, NCERT വായിച്ച് നോക്കൂ. അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ സ്മൂത്ത് ആകും. ഓക്കെ, അപ്പോൾ നമ്മൾ റിവിഷൻ ആദ്യം പഠിച്ചു വെച്ച ചാപ്റ്റേഴ്സിനെ റിവൈസ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു. അതുപോലെ ഇനി ഒരിട്ടും പഠിക്കാത്ത ചാപ്റ്റേഴ്സ് ആദ്യം ഫോക്കസ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ബാക്കി നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിലോട്ട് പോകേണ്ടതെന്നുള്ള കാര്യവും പറഞ്ഞു. പിന്നെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചെടുക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ മറന്നു പോകുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ഓരോ റിവിഷൻ എക്സാമിൻ്റെ സമയത്തും നിങ്ങൾക്ക് ഒരു ഷെഡ്യൂളായിട്ട് നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ടാകും, പോർഷൻസ് തന്നിട്ടുണ്ടാകും. അത് കറക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്നത് തന്നെ ഫോളോ ചെയ്യുക. നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും അത് ഫ്ലോപ്പ് ആയി പോകാനാണ് സാധ്യതയുള്ളത്. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്ത് അതിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ചാപ്റ്റർ വൈസ് ആയിട്ട് നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് കുറേ പോർഷൻസ് കവർ ചെയ്ത സമയത്ത് നിങ്ങൾ കോൺസെപ്റ്റ് റെഡി ആക്കിയിട്ടുണ്ടാവും. പക്ഷേ പലരും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന കൗണ്ട് വളരെ കുറവായിരിക്കും. നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ വീണ്ടും കോൺസെപ്റ്റ് പക്കയാക്കാൻ ഇരിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾ മിസ്റ്റേക്കാണ് വരുത്തുന്നത്. ക്വസ്റ്റ്യൻ്റെ എണ്ണം കൂട്ടുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കോൺസെപ്റ്റ് റെഡി ആക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഈ റിവിഷൻ എക്സാമിന് നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം.